അതേസമയം സ്ഥലം കയ്യേറിയ ഡിവൈഎഫ്ഐക്കാരെ അടിച്ചോടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ 100 വീട് വെക്കുന്ന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരാതെ ഞങ്ങൾ എങ്ങനെയാണ് 100 വീട് വെക്കുന്നത്? സ്ഥലം മേടിക്കാൻ 1 കൊല്ലം എടുത്തോ? സർക്കാർ 1 കൊല്ലം എടുത്തോ? സ്ഥലം മേടിക്കാൻ എടുത്തോ? ഞാൻ കേൾക്ക് അതിന് പറയാം മറുപടി. 1 കൊല്ലം സർക്കാർ എടുത്ത സ്ഥലം ഞങ്ങൾക്ക് സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചു പോയി. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. അതങ്ങനെ അത് നിങ്ങൾക്കുള്ള വിവരമാണ്. ഞാനാണല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിച്ച നിങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. അല്ലല്ലോ സാറോ, മുഖ്യമന്ത്രി എന്നെയും കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചാണ് സംസാരിച്ചത്. അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയാൻ പറഞ്ഞു. കുടിലുകെട്ടി സമരം തുടങ്ങാണെന്ന് അവിടെ അടിച്ചുപൊടിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിലുകെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചുപൊടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിലുകെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചുപൊടിക്കും. ഭവന നിർമ്മാണ പദ്ധതിയിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ്. ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളായി ഉമ്മൻചാണ്ടി സർക്കാർ വീട് നിർമ്മിച്ച് നൽകിയെന്ന വി.ഡി. സതീശൻ. നിയമസഭയിൽ മന്ത്രിമാർ നൽകിയ മറുപടി ഇതിന് തെളിവാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുക. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം 5ാം ആഴ്ചയിലേക്ക് നീളുമ്പോൾ ഖാർക്ക് ദ്വീപിലും ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള തീരദേശ സ്ഥലങ്ങളിലും ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന കരസൈനിക നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് അമേരിക്ക. 3000-ഓളം മറീനുകളുമായി US പടക്കപ്പൽ ട്രിപ്പോളി ഇറാൻ തീരത്തെത്തി. F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പടക്കപ്പലിലുണ്ട്. 4000-ഓളം മറീനുകളുമായി അമേരിക്കയുടെ 2 പടക്കപ്പലുകൾ കൂടി ഇറാൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇസ്ലാമാബാദിൽ യോഗം ചേർന്നു. പുറത്ത് സമാധാന ചർച്ചകൾ നടത്തുന്ന അമേരിക്ക ഇറാനിൽ കരയാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാബിർ ഖയാലിബ ആരോപിച്ചു.